കലാശക്കൊട്ടിനിടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ UDF LDF സംഘർഷം. കല്ലേറിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്ക് പരിക്കേറ്റു. AUIF-ന്റെയും DYFIയുടെയും പ്രവർത്തകർക്കും CR മഹേഷ് MLAയ്ക്കും പരിക്കേറ്റു. 4 പോലീസുകാർക്കും പരിക്കുണ്ട്. രാജ്കുമാർ ഉണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, എന്താണ് സംഘർഷത്തിന് കാരണം? ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് അവിടെ ഈ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കെ അപ്പോൾ നേരത്തെ തന്നെ പോലീസ് ഇതിൽ ഓരോ മുന്നണികൾക്കും നിൽക്കേണ്ട സ്ഥലം നേരത്തെ നിശ്ചയിച്ച് നൽകിയിരുന്നു. അത് കൊല്ലത്തുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് അങ്ങനെ ഒരു ക്രമസമാധാനം ഉറപ്പാക്കാൻ വേണ്ടി ചെയ്തത്. പക്ഷേ ഈ ഇടതുമുന്നണി പ്രവർത്തകർ ആവേശത്തോടെ നിന്ന സ്ഥലത്തേക്ക് UDF, അതായത് കരുനാഗപ്പള്ളി MLA CR മഹേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ബോധപൂർവം അതിലെ DJ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. ഇതിൽ പലരും ഭയന്നുപോയി. ഇതിനെ ചോദ്യം ചെയ്ത് ഉള്ള തർക്കമാണ് ഏറ്റവും അവസാനം സംഘർഷത്തിൽ കലാശിച്ചത്. അതിരൂക്ഷമായ കല്ലേറുണ്ടായി. അതിനെ തുടർന്ന് തിരിച്ചും ഇടതുമുന്നണി പ്രവർത്തകർ പ്രതിരോധിച്ചു. ഇത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ സൂസൻ കൂടി ഇപ്പോൾ ഗുരുതരമായി തലയ്ക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ഈ കൊട്ടിക്കലാശത്തിന് വന്നവരായിരുന്നു എല്ലാവരും കൊടിയായിട്ട് ഞങ്ങൾക്ക് തീരുമാനിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ തെക്ക് മാറി നിൽക്കുമായിരുന്നു. നല്ല ഞങ്ങളുടെ വാഹനത്തിൻ്റെ പാട്ട് കേട്ട് ഞങ്ങളുടെ സ്ത്രീകളെല്ലാം നന്നായിട്ട് ഡാൻസ് കളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നല്ല ആവേശത്തോടുകൂടി നിൽക്കുമ്പോഴാണ് ഈ വലിയ ലോറി DJ പോലുള്ള വലിയ ലോറി അലങ്കരിച്ചിട്ട് അത് ഞങ്ങളുടെ ഇടയിലോട്ട് വഴക്കിനായിട്ട് കൊണ്ടുവരുന്ന കണക്കായിരുന്നു. ഒരുപാട് നമ്മൾ സംയമനം പാലിച്ച് നിന്നിട്ടും സംഘർഷം ഉണ്ടാക്കാനായിട്ട് അങ്ങ് ബോധപൂർവ്വം നിൽക്കുന്ന കണക്കായിരുന്നു. അവർ വളരെ ആസൂത്രിതമായിട്ടാണ് എന്തോ ഒരു പാറയും മറ്റും എല്ലാം എറിഞ്ഞ് ആകെ സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലേക്കായിരുന്നു. വളരെ ബോധപൂർവ്വം. സാധാരണ കൊട്ടിക്കലാശം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ട് അവിടെ തീരുന്ന, പക്ഷേ ഇതങ്ങനെയല്ല. വളരെ ബോധപൂർവമായിട്ട് ഞങ്ങൾ സ്ത്രീകൾ നിൽക്കുകയാണ്. സ്ത്രീകളെല്ലാം കൊടിയൊക്കെ പിടിച്ച് വലിയ ആവേശത്തോടെ മുദ്രാവാക്യവും പാട്ടും പാടി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് വരുന്നത്. ആകെ അലങ്കോലമാക്കുന്ന രീതിയിലേക്കാണ് ആ വലിയ വാഹനം ഇടിച്ച് ഇങ്ങോട്ട് ഞങ്ങളുടെ ഇടയിലോട്ട് കയറ്റുന്നത്. അതാണ് ചോദ്യം ചെയ്യലുണ്ടായത്. പക്ഷെ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, വളരെ ബോധപൂർവമായിട്ടുള്ള പ്രശ്നം സൃഷ്ടിക്കുക, വളരെ ബോധപൂർവമായിട്ട് പ്രശ്നം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഷമ്മി, ഇതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആശുപത്രിക്കകത്ത് നിരവധി പേരുണ്ട്. ഇതിൽ പലരെയും കൊല്ലത്തെ സഹകരണ ആശുപത്രിക്ക് ഉൾപ്പെടെ ഇതിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ 15 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇനിയും കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ഇടതുമുന്നണി പ്രവർത്തകർക്കാണ്. ഇതിൽ UDF പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസുകാർക്കും പരിക്കുണ്ട്. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കലാശക്കൊട്ടിനിടെയാണ് UDF-ന്റെ പ്രവർത്തകർ LDF-ന്റെ ഭാഗത്തേക്ക് ഇരച്ചു കയറിയതും അവിടെ സംഘർഷമുണ്ടായതും.